ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ട് ആഗ്രഹിച്ച് മോഹിച്ച് ഞാൻ എത്തിയതാണ് യൂറോപ്പിൽ. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ച പോലെ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഇവിടെ 8 മന്ത്സ് ഞാൻ ജോലിയില്ലാതെ ഞാൻ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. 8 മാസം ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ഈ കഷ്ടപ്പാടിൻ്റെ കഥ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോന് മുന്നേ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിന് മുമ്പ് ഞാൻ കയറി വന്ന കഥ ഞാൻ ഇങ്ങോട്ട് പറയാം. അതായത് ഇവിടെ വരുന്നതിന് മുമ്പ് 5 വർഷമായിട്ട് ഞാൻ ഇതിനു വേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം യൂറോപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വലിയൊരു സ്വപ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 5 വർഷമായിട്ട് ഞാൻ ഇതിന് വേണ്ടി തന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിൽ ഞാൻ 2018 എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടൊരു ഏജൻസി, അതായത് ഒരു വമ്പൻ ഏജൻസിയെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്തപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലാണ് എനിക്ക് സജസ്റ്റ് ചെയ്ത സ്റ്റുഡൻറ്റ് വിസയാണ്. അപ്പോൾ അതിൽ കയറി വരാം കുഴപ്പമില്ല. പക്ഷേ അവർ പറഞ്ഞ എമൗണ്ട് ഞാൻ വിചാരിക്കുന്നതിലും എനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. കാരണം അവർ പറയുന്നത് ഇത്രയും വലിയൊരു ഹെവി എമൗണ്ടാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയും വലിയ എമൗണ്ട് ഇറക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല, അതല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ താന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇതല്ലാതെ വേറെ ഒന്നും പറ്റില്ല, സ്റ്റുഡൻറ്റ് വിസയിലേ നിങ്ങൾ കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ എല്ലാവരും പോകാറുള്ള സാധാരണ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടും ഒക്കെയാണ് എല്ലാവരും കയറി പോകുന്നതെന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് വീട് പോലില്ലാത്ത എനിക്ക് ഞാൻ ഏത് ആധാരം പണയം വയ്ക്കാനാണ്? അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്കങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെന്തെങ്കിലും ഓപ്ഷൻ കണ്ടെത്തു എന്നിട്ട് വിളിക്കുന്നൊക്കെ പറഞ്ഞ് ഒരു കോൾ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ വേറെ 2-3 ഏജൻസികളെ കോൺടാക്ട് ചെയ്തപ്പോൾ എല്ലാവരും തന്നെ നല്ല ഹെവി എമൗണ്ട്, അതായത് ഒരു 30 മുതൽ ഒരു 50 വരെ പറഞ്ഞിട്ടുള്ള ഏജൻസികളുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയും എമൗണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരൊന്നും നടക്കില്ല എന്ന് പറഞ്ഞത് എനിക്ക് എങ്ങനെയെങ്കിലും പോകണം എന്നുള്ള വാശി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഏജൻസികളെ പിന്നെ ഞാൻ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ 2018 ഞാൻ ആദ്യമായിട്ട് ഒരു ഏജൻസിക്ക്, തൃശ്ശൂരുള്ള ഒരു ഏജൻസിക്ക് രണ്ടും കൽപ്പിച്ച് കൊണ്ടുപോയി ഞാൻ പൈസ കൊടുക്കുന്ന പൈസ എമൗണ്ട് എന്ന് പറയുന്നത് 1.5 ലക്ഷമാണ് ഞാൻ കൊണ്ടുപോയി കൊടുത്തത്. അവർ 2 സഹോദരന്മാർ നടത്തുന്ന ഏജൻസി ആയിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ വലിയ വാഗ്ദാനങ്ങളൊക്കെ തന്നു. ഇത്ര മാസത്തിനുള്ളിൽ ഇങ്ങനെ പോകാം അങ്ങനെ പോകാം എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാമായിരുന്നു, എനിക്ക് 50-50 ആയിരുന്നു. പക്ഷേ കൊണ്ടുപോയി കൊടുത്ത പൈസ നമ്മൾ അത്രയും ആഗ്രഹം കൊണ്ട് കൊണ്ടുപോയി കൊടുത്തതാണ്. പറ്റിക്കപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അന്നേരം അറിയില്ല. കൊടുത്ത അന്ന് മുതൽ ഉറക്കമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 6 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഇവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് നടക്കും, എല്ലാം ഓക്കെയാണ്, എല്ലാം എന്താ പറയുക, വിസ വരാൻ കുറച്ച് താമസമുണ്ട്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച്. 1 വർഷമായിട്ടും ഒന്നും നടന്നില്ല. ഫുൾ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണാം.